മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നമ്മളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോടുകൂടി ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് റോയൽ എൻഫീൽഡിന്റെ ട്രയൽസ് എന്ന മോഡൽ വണ്ടിയുടെ സൈലൻസർ ബെൻഡ് പൈപ്പ് ചേഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. റോയൽ എൻഫീൽഡിന്റെ ഒട്ടുമിക്ക എല്ലാ മോഡലുകളിലും ഇതേ രീതിയിൽ തന്നെയാണ് ബെൻഡ് പൈപ്പ് ചേഞ്ച് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. ആദ്യമേ തന്നെ 12ന്റെ ഒരു ടീ റാഡ് ഉപയോഗിച്ച് ബെൻഡ് പൈപ്പിന്റെ മൗത്തിൽ കണക്ട് ചെയ്തിരിക്കുന്ന 12ന്റെ 2 നെറ്റുകളാണ് ഊരിയെടുക്കേണ്ടത്. ഈ 2 നെറ്റുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് 12ന്റെ 2 സ്റ്റഡ് ബോൾട്ടുകളിലായിട്ടാണ്. സ്റ്റഡ് ബോൾട്ടുകൾ ഊരിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ കാണുന്നത് പോലെ 12ന്റെ 2 നെറ്റുകൾ മാത്രം ഊരിയെടുക്കുക. ഈ ഒരു വണ്ടിയിൽ ക്രാഷ് കാർഡ് ഫിറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ബെൻഡ് പൈപ്പ് മാത്രമായിട്ട് നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ കണ്ട് എളുപ്പമാണെന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ സ്വയം ഒരു വർക്കും ചെയ്യാതിരിക്കുക. ഏതൊരു വർക്കായാലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യനെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുക. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് നിങ്ങളുടെ വണ്ടിക്ക് തന്നെ ഡാമേജ് സംഭവിക്കാൻ കാരണമാകുന്നു. അതിനുശേഷം 10ന്റെ ഒരു ടീ റാഡ് ഉപയോഗിച്ച് ഈ കാണുന്നത് പോലെ ബെൻഡ് പൈപ്പ് ഗാർഡ് ഊരിയെടുക്കാവുന്നതാണ്. 10ന്റെ 2 ബോൾട്ടുകളായിരിക്കും ബെൻഡ് പൈപ്പ് ഗാർഡിൽ വരുന്നത്. അത് രണ്ടും റിമൂവ് ചെയ്യുക. അതിനുശേഷം സൈലൻസറും ബെൻഡ് പൈപ്പും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ കാണുന്ന റിംഗ് ലോക്ക് ലൂസ് ആക്കേണ്ടതുണ്ട്. വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ 12ന്റെ ടീ റാഡും 12ന്റെ ഡബിൾ എൻഡ് സ്പാനറും ഉപയോഗിച്ച് ഇത് ലൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്താണ് സൈലൻസർ ഗ്യാസ്കറ്റ് വരുന്നത്. അത് ഡാമേജ് ആണെങ്കിൽ മാത്രം നമുക്ക് മാറിക്കൊടുക്കാവുന്നതാണ്. ബെൻഡ് പൈപ്പിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന ഈ ഒരു ക്യാപ്പ് ചിലപ്പോൾ ടൈറ്റ് ആയിരിക്കുവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ടൈറ്റ് ആവുകയാണെങ്കിൽ ഒരു മൈനസ് ഉപയോഗിച്ച് തെന്നി വേണം ലൂസ് ചെയ്യേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, അറിയാത്തവർ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വണ്ടിക്ക് തന്നെയായിരിക്കും ഡാമേജ്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ബെൻഡ് പൈപ്പ് നമുക്ക് ഈ കാണുന്നത് പോലെ ഈസി ആയിട്ട് ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ കാണിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ ഊരിയെടുത്ത ബെൻഡ് പൈപ്പ്. ഇനി ഇതായിരിക്കത്തില്ല നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. പുതിയൊരു ബെൻഡ് പൈപ്പാണ് നമ്മൾ തിരിച്ച് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ കാണിക്കുന്നതാണ് നമ്മൾ ഇനി ഫിക്സ് ചെയ്യാൻ പോകുന്ന പുതിയ ബെൻഡ് പൈപ്പ്. ട്രയൽസിൻ്റെ ഈ ഒരു ബെൻഡ് പൈപ്പിൻ്റെ വില വരുന്നത് ഏകദേശം 4500 രൂപയാണ്. ക്ലാസിക് മോഡൽ വണ്ടികളുടെ ബെൻഡ് പൈപ്പിൻ്റെ വില വരുന്നത് ഏകദേശം 4100 രൂപ മാത്രമാണ്. അതിനുശേഷം നമുക്ക് ഊരിയെടുക്കേണ്ടത് മൗത്ത് ഗ്യാസ്കറ്റാണ്. അത് ഈ കാണുന്നത് പോലെ ഒരു മൈനസ് ഉപയോഗിച്ച് നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. ബെൻഡ് പൈപ്പ് നമ്മൾ എപ്പോൾ മാറിയാലും അവിടെ പുതിയ മൗത്ത് ഗ്യാസ്കറ്റ് കൂടി ഇട്ട് കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവിടെ മൗത്ത് ലീക്ക് ഉണ്ടാകുന്നതാണ്. ഈ കാണുന്നതാണ് ഇപ്പോൾ ഊരിയെടുത്ത പഴയ മൗത്ത് ഗ്യാസ്കറ്റ്. ഇനി നമ്മൾ പുതിയ മൗത്ത് ഗ്യാസ്കറ്റാണ് ഇടാൻ പോകുന്നത്. ഇതിൻ്റെ വില വരുന്നത് 28 രൂപയാണ്. ഈ കാണിക്കുന്ന പോലെ തന്നെ പഴയ പോലെ നമുക്ക് മൗത്ത് ഗ്യാസ്കറ്റ് വെച്ച് കൊടുക്കാവുന്നതാണ്. സൈലൻസർ ഗ്യാസ്കറ്റിന് അധികം ഡാമേജ് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ അത് മാറുന്നില്ല. അടുത്തതായിട്ട് നമ്മൾ പുതിയ ബെൻഡ് പൈപ്പ് തിരിച്ച് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ബെൻഡ് പൈപ്പ് എങ്ങനെയാണ് ഊരിയെടുത്തത് അതേപോലെ തന്നെ തിരിച്ച് ഫിക്സ് ചെയ്യേണ്ടതാണ്. സൈലൻസറിൻ്റെ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് ബെൻഡ് പൈപ്പ് കയറ്റി വെച്ചതിന് ശേഷം ബെൻഡ് പൈപ്പിൻ്റെ മൗത്ത് ക്യാപ്പ് കറക്റ്റായിട്ട് സ്റ്റഡിലേക്ക് കയറ്റി വെച്ച് ഫിക്സ് ചെയ്യുക. ബെൻഡ് പൈപ്പിൻ്റെ 2 വശങ്ങളും തന്നെ കറക്റ്റായിട്ട് സിറ്റിംഗ് ആയി എന്ന് ഉറപ്പുവരുത്തുക. ബെൻഡ് പൈപ്പിൻ്റെ മൗത്തിൽ വരുന്ന 12ന്റെ നെറ്റ് തിരിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. തിരിച്ചിട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ഓവർ ടൈറ്റ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റഡ് ഒടിഞ്ഞു പോകുവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്.
ലോക്ക് റിങ്ങിൻ്റെ ഈ ഒരു ബോൾട്ടും ഈ കാണിക്കുന്ന പോലെ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. എല്ലാം കറക്റ്റായി ഫിക്സ് ആക്കിയതിന് ശേഷം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് റൈസ് ചെയ്ത് മൗത്ത് ഗ്യാസ്കറ്റിന്റെ ഭാഗത്തു നിന്നും സൈലൻസർ ഗ്യാസ്കറ്റിന്റെ ഭാഗത്തു നിന്നും എയർ ലീക്കൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.